സമുദ്രവുമായി അഭേദ്യമായി ഇഴുകിച്ചേർന്നതാണ് ബഹ്റൈന്റെ ജനജീവിതം. നാഷണൽ മ്യൂസിയം നമുക്ക് പരിചയപ്പെടുത്തുന്ന ദൃശ്യങ്ങളിലൊന്നിൽ വലിയ പെരുന്നാളിന്റെ തലേദിവസം നടക്കുന്ന ഗൃഹാതുരമായ ഒരു ചടങ്ങിന്റെ വിവരണമുണ്ട്. ദുൽഹജ്ജ് 9 ഓരോ വീട്ടിലെയും കുഞ്ഞുങ്ങളെ ഉമ്മമാർ കടൽക്കരയിലേക്ക് കൊണ്ടുപോകും. ഹിയാബിയ എന്നാണ് ഈ ചടങ്ങിന്റെ പേര്. ഹജ്ജ് കഴിഞ്ഞ് അടുത്ത ദിവസം മടങ്ങുന്ന ഹാജിമാരുടെ പ്രതീകാത്മകമായ സ്വീകരണമാണ് ഹിയാബിയ ചടങ്ങ്. പരമ്പരാഗത വസ്ത്രങ്ങൾ അണിയിച്ച് സൂര്യാസ്തമയത്തോടനുബന്ധിച്ചാണ് കുട്ടികളെ കടൽക്കരയിലേക്ക് കൊണ്ടുപോകുക. ഹിയാബിയ ദിവസം കടൽക്കരയിലെത്തുന്ന കുഞ്ഞുങ്ങൾ ചില പ്രത്യേക പ്രാർത്ഥനകളോടെ അവർ കൊണ്ടുപോകുന്ന കുട്ടകൾ കടലിൽ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങും. മണ്ണിൽ മുളപ്പിച്ച ധാന്യങ്ങളാണ് ഈ കൊട്ടകളിൽ ഉണ്ടാവുക. വളരെ നേരത്തെ തന്നെ കുഞ്ഞുങ്ങൾ അവരുടെ കൊട്ടകളിൽ ബാർലിയും മറ്റും പാകി ഈ ദിവസത്തിലേക്കായി മുളപ്പിച്ചു നിർത്തിയിട്ടുണ്ടാകും. ഹജ്ജ് കഴിഞ്ഞു വരുന്നവരുടേത് പുതിയ ജീവിതത്തിന്റെ തുടക്കമാണെന്നാണ് ഉമ്മമാർ കുഞ്ഞുങ്ങളെ ഈ ദിവസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഈജിപ്തിലും ഒമാനിലും മറ്റും ഹാജിമാരെ പാട്ടുപാടി നൃത്തം വെച്ച് സ്വീകരിക്കുകയും യാത്ര അയക്കുകയും ചെയ്യുന്ന ചടങ്ങുകളുണ്ടെങ്കിലും ഹിയാബിയ പോലെ ഒന്ന് മറ്റൊരു മുസ്ലിം രാജ്യത്തും നിലനിൽക്കുന്നില്ല. കാര്യമായ വിനോദോപാധികൾ ഒന്നും തന്നെ ഇല്ലാത്ത രാജ്യമാണ് ബഹ്റൈൻ എന്നാണ് ഇവിടെ വർഷങ്ങളായി താമസിക്കുന്നവർ പോലും ധരിച്ചു വച്ചിട്ടുള്ളത്. എന്നാൽ മറിച്ചാണ് ഈ രാജ്യത്തിന്റെ ചിത്രം. ദുബായ്, ദോഹ, റിയാദ് പോലുള്ള വൻ നഗരമല്ല മനാമയെങ്കിലും അതിമനോഹരമായ ബീച്ചുകളും നൈറ്റ് ലൈഫും ഉള്ള രാജ്യമാണ് ബഹ്റൈൻ. ജേർണലിസ്റ്റ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പരിചയപ്പെടുത്തിയ ഈ നഗരത്തിന്റെ സാംസ്കാരികവും ചരിത്രപരവുമായ സവിശേഷതകൾ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവുമല്ലോ. 2024 മാത്രം ഏകദേശം 13 മില്യൺ സഞ്ചാരികളാണ് ഈ രാജ്യത്തെത്തിയത്. 2026 അവരുടെ എണ്ണം 14 ദശലക്ഷമായി വർദ്ധിക്കുമെന്നാണ് ബഹ്റൈൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കണക്കുകൂട്ടുന്നത്. ആധുനിക മോട്ടോർ സ്പോർട്സ് റിങ്ങുകൾ മുതൽ വാട്ടർ സ്പോർട്സിനും മറ്റ് കായിക വിനോദങ്ങൾക്കുമൊക്കെ ഈ രാജ്യത്ത് വേദികളുണ്ട്. ലോകത്തെ എണ്ണം പറഞ്ഞ F1 ഗ്രാൻഡ് പ്രിക്സ് ടൂർണമെന്റുകളിലൊന്നും നടക്കുന്ന രാജ്യം കൂടിയാണ് ബഹ്റൈൻ. ദ്വീപ് സമൂഹം എന്ന നിലയിൽ ചുറ്റിലുമുള്ള കടലുകളിൽ നിന്നും മണ്ണിട്ട് നിരത്തി കൃത്രിമ ലഗൂണുകൾ ഉണ്ടാക്കിയും ക്രീക്കുകൾ സൃഷ്ടിച്ചും വാട്ടർ സ്പോർട്സ് മേഖലയിലാണ് ബഹ്റൈൻ ബഹുദൂരം മുന്നോട്ടു പോയത്. അക്കൂട്ടത്തിലെ ഏറ്റവും ആകർഷകമായ കേന്ദ്രങ്ങളിലൊന്നായ മുഹറക്ക് കോണീഷിലെ സആദയിൽ നിന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ. മുഹറക്കിലെ പുരാതന സൂക്കിന്റെ ഓർമ്മ പുതുക്കുന്ന എന്നാൽ തീർത്തും ആധുനികമായ ഒരു വാട്ടർ ഫ്രണ്ട് മാർക്കറ്റാണ് സആദിൽ ബഹ്റൈൻ ഭരണകൂടം തയ്യാറാക്കുന്നത്. പൗരാണികതയുടെ അവശിഷ്ടമെന്നോണം ആദ്യകാല കപ്പലുകളിലൊന്ന് റെസ്റ്റോറന്റാക്കി മാറ്റി കടലിൽ നിർത്തിയിട്ടതും കാണാം. നഗരവാസികളുടെ പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്നായി അതിവേഗമാണ് സആദ മാറിക്കൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് ഹമദ് ക്രോസ്വേക്കും ഹെറിറ്റേജ് കോസ്റ്റ് ഗാർഡ് ബിൽഡിങ്ങിനുമിടയിലെ മനോഹരമായ ഈ വാർഫിൽ നിന്ന് നോക്കുമ്പോൾ ക്രീക്കിന്റെ മറുകരയിൽ കടലിൽ നിന്നും മണ്ണിട്ടുയർത്തി പണിത പുതിയ അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങളാണ് നമുക്ക് കാണാനാവുക. വാട്ടർ ബൈക്കുകളും സ്പീഡ് ബോട്ട് യാത്രയും മാത്രമല്ല, നിലവാരമുള്ള കഫേകളും സീഫുഡ് റെസ്റ്റോറന്റുകളും സആദയിലുണ്ട്. സ്പീഡ് ബോട്ടിൽ പുറംകടൽ വരെ പോയി സൂര്യാസ്തമയം ആസ്വദിക്കാൻ കൂടുതൽ ആളുകളും ഇവിടെ എത്തുന്നത്. 2.5 ബഹ്റൈനി ദിനാർ, അതായത് മറ്റു ഗൾഫ് രാജ്യങ്ങളിലെ 25 ദിർഹമാണ് ആളൊന്നുക്ക് ടിക്കറ്റ് നിരക്ക്. തദ്ദേശീയരും പ്രവാസികളുമൊക്കെയായി വലിയൊരു ജനക്കൂട്ടമാണ് വൈകുന്നേരം സആദയിലെത്തുന്നത്. വല്ലപ്പോഴുമൊക്കെ മനാമ സൂക്ക് കാണാൻ പോകുക എന്നതിലപ്പുറം വൈകുന്നേരമായാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത രാജ്യമാണ് പലരെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോഴും ബഹ്റൈൻ. എന്നാൽ അങ്ങനെയല്ല ഈ ദ്വീപ് രാജ്യത്തിന്റെ എന്റർടൈൻമെന്റ് വിശേഷങ്ങൾ. സാംസ്കാരിക കേന്ദ്രങ്ങളും നൈറ്റ് ക്ലബ്ബുകളും എന്തിനേറെ ഡിസ്കോതെക്കുകൾ പോലും ഈ രാജ്യത്തുണ്ട്. എല്ലാ അറബ് രാജ്യങ്ങളിലും എന്ന പോലെ അമുസ്ലിങ്ങൾക്ക് ആവശ്യാനുസരണം മദ്യവും ഇവിടെ കിട്ടാനുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ പ്രവാസി സമൂഹങ്ങൾക്ക് അവരുടേതായ സാംസ്കാരിക സവിശേഷതകൾ അനുസരിച്ച് ജീവിക്കാനുള്ള അവസരവും ബഹ്റൈൻ ഒരുക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമായ മലയാളികളെ തന്നെയാണ് എടുത്തു പറയേണ്ടത്. കേരളം എന്ന പേര് നമ്മുടെ സംസ്ഥാനം സ്വീകരിക്കുന്നതിന് മുമ്പേ തന്നെ ഇവിടെ ബഹ്റൈൻ കേരളീയ സമാജം ഉണ്ടായിരുന്നുവെന്നാണ് പ്രസിഡന്റ് രാധാകൃഷ്ണപിള്ള ചൂണ്ടിക്കാട്ടുന്നത്. ഈ ബഹ്റൈൻ കേരളീയ സമാജത്തിന് രൂപം കൊണ്ടത് 1947 ഇവിടെയുള്ള മലയാളികളുടെ ഒരു സാംസ്കാരിക അവബോധത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ പേര് തന്നെ അതിന് സൂചകമാണ്. കേരളം രൂപം കൊള്ളുന്നതിന് 10 വർഷം മുമ്പ് ബഹ്റൈൻ കേരളീയ സമാജം എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാക്കി എന്ന് പറയുന്നത് തന്നെ കേരളത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടിനെ സൂചിപ്പിക്കുന്നതാണ്. ബഹ്റൈനിലെ മറ്റു പ്രവാസികളുമായി തട്ടിച്ചു നോക്കിയാൽ മലയാളികളുടെ അത്രയും സജീവമായ മറ്റൊരു സമൂഹവും ഇവിടെ ഇല്ലെന്ന് കാണാനാവും. കേരളത്തിൽ നടക്കുന്ന യുവജനോത്സവ മാതൃകയിൽ ഇവിടുത്തെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്കുള്ള മത്സരങ്ങൾ സമാജത്തിൽ നടക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നാണ് ഈ മത്സരങ്ങൾക്ക് മാർക്കിടാനുള്ള ജഡ്ജിമാരെ എത്തിക്കുന്നത്. 100 ഏകാംഗ മത്സരങ്ങളും 60 ഗ്രൂപ്പിനങ്ങളുമുള്ള ഈ കലോത്സവത്തിന് തുല്യമായ മറ്റൊന്ന് ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയുമില്ല. സമാജവുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടെ കലാപരിപാടികളും ആഘോഷങ്ങളുമൊക്കെ സജീവമായി നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള പ്രമുഖരായ കലാകാരന്മാർ ബഹ്റൈനിലെത്തുമ്പോൾ അവർക്കായി വേദിയൊരുക്കാനും സമാജത്തിന്റെ ഈ ഹാൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്.
കുട്ടികൾക്കും മുതിർന്നവർക്കും ഉപയോഗപ്പെടുത്താനാവുന്ന കളിസ്ഥലങ്ങളും സൗകര്യവുമുള്ള കേരളത്തിന് പുറത്തെ ഏറ്റവും മികച്ച മലയാളി കൂട്ടായ്മകളിൽ ഒന്നാണ് ബഹ്റൈൻ കേരളീയ സമാജം. നഗരത്തിന്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നാണ് മനാമയിലെ ഗ്രാൻഡ് മസ്ജിദ്. കൃത്രിമ വെളിച്ചത്തിൽ അതിമനോഹരമായ കാഴ്ചയാണിത്. ആരാധനാലയം എന്നതിനേക്കാളേറെ ഇതൊരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. അന്തരിച്ച ഷെയ്ഖ് ഈസാ ബിൻ സൽമാൻ അൽ ഖലീഫയുടെ കാലത്ത് 1987 പണിത ഈ മസ്ജിദിനോട് ചേർന്നാണ് ബഹ്റൈനിലെ ഇസ്ലാമിക് സെന്റർ പ്രവർത്തിക്കുന്നത്. സന്ദർശകർക്കു വേണ്ടി ലഘുവായ പ്രദർശനം മസ്ജിദിനകത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഈ മസ്ജിദ് കാണാനെത്തിയപ്പോഴാണ് ബൈക്ക് സ്റ്റണ്ടുകാരുടെ വലിയൊരു സംഘം അതുവഴിയെ കടന്നു വന്നത്. പതിവ് ബൈക്ക് സ്റ്റണ്ട് എന്നതിനേക്കാൾ ഉപരി ഏതോ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് പല പ്രദേശങ്ങളിൽ നിന്നും വന്ന യുവാക്കൾ അവിടെ ഒത്തുകൂടിയത്. ബഹ്റൈനിൽ സ്ത്രീകളായ ബൈക്ക് യാത്രികർ ചേർന്ന് രൂപീകരിച്ച സൈക്ലിംഗ് ബീസ് എന്ന സവിശേഷമായ ഒരു ഗ്രൂപ്പ് നിലനിൽക്കുന്നുണ്ട്. സാറ അൽ സമ്മാക്ക്, ദാന സുബരി എന്നിവരാണ് ഈ ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്നത്. സൈക്ലോൺസ്, ബഹ്റൈൻ ജയൻസ്, അവാലി വീലേഴ്സ്, സൈക്ലിംഗ് അസോസിയേഷൻ എന്നിങ്ങനെ പുരുഷന്മാരുടെ ഗ്രൂപ്പുകളും നഗരത്തിലുണ്ട്. തുടക്കക്കാർക്കും അഭ്യാസികൾക്കും സമയവും പരിചയവും മുൻനിർത്തി ചേരാവുന്ന ഗ്രൂപ്പുകളാണ് ഇവയൊക്കെയും. ദക്ഷിണ മേഖലയിലെ റോഡുകൾ കേന്ദ്രീകരിച്ചാണ് കൂടുതലും ഇവരുടെ റാലികൾ നടക്കുന്നത്. ബഹ്റൈനിലെ സന്ദർശക വേളയിൽ ഏറ്റവും ആകർഷിച്ച കാഴ്ചകളിലൊന്നാണ് രാത്രികാല മാർക്കറ്റുകൾ. റോഡരികിൽ കെട്ടിയുണ്ടാക്കിയ താൽക്കാലിക ഷെഡുകളിലും തുറന്നുവച്ച വാഹനങ്ങളിലും കാർഷികവും ഗാർഹികവുമായ പലതരം ഉൽപ്പന്നങ്ങളാണ് വിൽപ്പനക്ക് വെച്ചിട്ടുള്ളത്. അത്തിപ്പഴം, തക്കാളി, വാളൻപുളി, തണ്ണിമത്തൻ, മുസമ്പി നാരങ്ങ, ഈത്തപ്പഴം തുടങ്ങിയ ഇനങ്ങളിൽ ചിലതൊക്കെ പ്രാദേശികമായി കൃഷി ചെയ്തുണ്ടാക്കിയതാണ്. തുണിത്തരങ്ങളും കളിപ്പാട്ടങ്ങളുമാണ് കർബാബാദിലെ മാർക്കറ്റിൽ കൂടുതലും കാണാനായത്. UAE പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇത്തരം മാർക്കറ്റുകൾ അപ്രത്യക്ഷമായിട്ട് പതിറ്റാണ്ടുകൾ തന്നെ കഴിഞ്ഞു. തദ്ദേശീയ സംസ്കാരവുമായി ബന്ധപ്പെട്ട മജ്ലിസുകളും കോഫി ഷോപ്പുകളും മറ്റും ധാരാളമുള്ള ഈ കടൽത്തീര ഗ്രാമം വൈകുന്നേരത്തോടുകൂടിയാണ് സജീവമാകുന്നത്. മനാമയുടെ ഏറ്റവും പ്രശസ്തമായ സ്ട്രീറ്റ് ഫുഡ് മേഖല കൂടിയാണ് ബഹ്റൈന്റെ ഏറ്റവും പഴയ നഗരപ്രാന്തങ്ങളിലൊന്നായ കർബാബാദ്. വീടുകളിൽ നിന്നും തയ്യാറാക്കി വാഹനങ്ങളിൽ വിൽപ്പനക്കെത്തിക്കുന്ന ഹരീസ്, ഗൈമാത്ത്, സമൂസ, മുത്തബക്ക്, മജ്ബൂസ്, റിഗാഗ് തുടങ്ങിയ അറേബ്യൻ പോപ്പുലർ ഭക്ഷണങ്ങൾക്ക് ഏറെ പേരുകേട്ടതാണ് ഈ തെരുവ്. ഈ രാത്രി മാർക്കറ്റിലെ ഏറ്റവും പ്രശസ്തമായ റെസ്റ്റോറന്റുകളിൽ ഒന്നാണ് കർബാബാദ് ഗ്രിൽസ്. കൃത്രിമ വെള്ളച്ചാട്ടവും ചക്രക്കസേരയും സോപ്പ്, ചെരുപ്പ്, വള, കണ്ണാടി തുടങ്ങി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ആകർഷിക്കുന്ന സ്റ്റാളുകളും സോവനീർ ഷോപ്പുകളും ഒക്കെയായി നാട്ടിലെ ഏതോ ഉത്സവ പറമ്പിൽ പോയ പ്രതീതിയാണ് ഇതിനകത്ത്. ചുരുങ്ങിയത് 2 ഏക്കറെങ്കിലും ഈ കോമ്പൗണ്ടിന് വിസ്തൃതിയുണ്ടാകും. ഭക്ഷണം വിളമ്പുന്നത് തന്നെ പല സെക്ഷനുകളിലായാണ്. സവാരി നടത്താൻ ആഗ്രഹിക്കുന്നവർക്കായി ചെറിയൊരു പോണി കുതിരയും ഈ കോമ്പൗണ്ടിനകത്തുണ്ട്. കുട്ടികളാണ് പ്രധാനമായും അതിന്റെ മുകളിൽ കയറിയിരുന്ന് വട്ടം ചുറ്റുന്നത്. താൽക്കാലിക സംവിധാനമായതുകൊണ്ട് തന്നെ ഇവിടെ ഭക്ഷണം നൽകുന്നതിനുമുണ്ട് ചില പ്രത്യേകതകൾ. പ്ലേറ്റുകൾ ചോദിച്ചെങ്കിൽ മാത്രമേ കിട്ടൂ. അതുതന്നെയും ഡിസ്പോസിബിൾ പ്ലേറ്റുകളാണ് ലഭിക്കുന്നത്. മേശപ്പുറത്ത് വിരിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റുകളിലാണ് റൊട്ടിയും മറ്റും കൊണ്ടുവെക്കുന്നത്. അതിലൊന്നും ആർക്കും എന്തെങ്കിലും പരാതിയുള്ളതായി എനിക്ക് തോന്നിയില്ല. കൽക്കരി ഉപയോഗിച്ച് ചുട്ടെടുക്കുന്ന മഷ്വി കബാബുകളാണ് ഇവിടുത്തെ സ്പെഷ്യൽ. മനാമ സിറ്റി സെന്ററിലെ മറ്റു റെസ്റ്റോറന്റുകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത്ര വലിയ വിലയൊന്നും അവർ ഈടാക്കുന്നുണ്ടായിരുന്നില്ല. മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേർണിസ്റ്റ് യാത്രകളുടെ മുൻലക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്കെത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.